ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഇങ്ങനൊരു മീറ്റിംഗായി ദൈവത്തിന് മുമ്പിൽ വന്നിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മീറ്റിംഗ് പല സ്ഥലത്തും നിന്ന് ഗമനിച്ചു കൊണ്ടിരിക്കുന്ന സകലരെയും കർത്താവായ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്ന് പകൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്തിപ്പാനായി നൽകിയിരിക്കുന്ന തിരുവചനം പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് 2 ദിനവൃത്താന്തം 7:14 ഒന്ന് വായിക്കാം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ പാപം ക്ഷമിച്ച് നിങ്ങളുടെ ദേശത്തിനോ സൗഖ്യം വരും. ബന്ധത്തിൽ മുമ്പിലോട്ട് കടന്നു ചെല്ലുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ കാഠിന്യതകളും നിർബന്ധങ്ങളും ദുർവാശികളും പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ദൈവജനത്തിനു നിലനിൽപ്പാൻ കഴിയാതെ വണ്ണം തന്റെ ഹൃദയങ്ങൾ ഭരിക്കുന്ന സകലമായ ചിന്തകൾക്ക് മുമ്പിൽ ജനത്തിനൊന്നും പ്രാപിപ്പാൻ കഴിയാതെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ജീവിതത്തിന് സൗഖ്യമില്ലാതെയും നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെയും പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ ജീവിതത്തെ ആകമാനം തകർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഇഹലോക ചിന്തകൾ മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നിരാശയുടെ മട്ടിലായിരിക്കുന്ന ജനത്തിന് അവരോട് രാത്രികാലം ദൈവത്തിന്റെ വചനം പറയുവാനുള്ളത്, പല ഭാഗങ്ങളിലും നിങ്ങൾ ക്ഷമിക്കേണ്ടതും പല ഭാഗങ്ങളിലും നിങ്ങളുടെ ആലോചന നിങ്ങളുടെ ഹൃദയത്തിൽ പകരുവാൻ കഴിയാതെ വണ്ണവും ദൈവിക നന്മകൾ നമ്മൾ അനുഭവിപ്പാൻ കഴിയാതെ വണ്ണവും പലവിധമായി നമ്മൾ ചില ജീവിതങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായ ശാഠ്യം കൊണ്ട് നിലനിൽപ്പാൻ കഴിയാതെ പോവുകയാണ്. മോശ തന്റെ പ്രമാണങ്ങൾ എഴുതി വാങ്ങിക്കൊണ്ട് തന്റെ ജനത്തിന് നൽകേണ്ടതായി ഇറങ്ങി വരുമ്പോൾ ആ ജനത്തിനെ കണ്ട ഒരവസ്ഥ മോശ കാണുമ്പോൾ ഇവരിൽ പറഞ്ഞിരിക്കുന്ന രീതിക്ക് മറുചരിച്ചുകൊണ്ട് ഇവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയും അതിനു മുമ്പിൽ നൃത്തം ചെയ്യുന്ന കണ്ടപ്പോൾ മോശ വല്ലാതെ ഭാരപ്പെടുകയുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ ജനം ദൈവം എന്ന് പറഞ്ഞ് വിളിച്ച തന്റെ ഫറവോന്റെ കൊട്ടാരത്തിന് വിളിച്ചു കൊണ്ടുവന്ന ജനം തന്റെ മരുഭൂമിയിൽ കൂടി നടത്തി ആ ജനത്തിന് കുടിപ്പാൻ വെള്ളം കൊടുത്തു. ആ ജനത്തിന് നൽകേണ്ടതെല്ലാം മരുഭൂമിയിൽ കൂടി നൽകി തന്റെ ജനം അങ്ങനെ മരുഭൂമി കരയിൽ കയറി അവരായിരിക്കുന്ന പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് മോശ ഇവർക്ക് വേണ്ടി നിയമപ്പെട്ടകം അല്ലെങ്കിൽ നിയമത്തിന്റെ പ്രമാണം എഴുതി വാങ്ങുവാൻ ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ പർവ്വതത്തിന് മുകളിലോട്ട് കയറി ചെന്ന് ദൈവത്തിനോടൊപ്പം ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ മുഖപ്രസാദം മോശയ്ക്ക് മേലും അനുഭവിപ്പാൻ കഴിഞ്ഞു. അങ്ങനെ ദൈവം എഴുതി കൊടുത്ത പ്രമാണത്തെയും കൊണ്ട് മടങ്ങി തന്റെ ജനത്തെ കാണുവാൻ വരുമ്പോൾ മോശയ്ക്ക് ഉണ്ടാകുന്ന വിഷയം, മോശയെ വഴി നടത്തിയ ജനം എല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന ഒരു ഭാഗം കണ്ടപ്പോൾ മോശയ്ക്ക് അധികമായ ദുഃഖം ഉണ്ടായിക്കൊണ്ട് മോശയുടെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകകൾ എറിഞ്ഞുടയ്ക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു ഭാഗത്ത് കടന്നു വരുമ്പോൾ ജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നു. ദൈവം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങൾ നിഷേധിക്കപ്പെടുന്നു. മനുഷ്യനായിരിക്കുന്ന പ്രവൃത്തികളിലേക്ക് മുമ്പിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവം മനുഷ്യന് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന നന്മകളെല്ലാം മുടങ്ങിക്കിടക്കുന്നതിന് കാരണം തന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിന്റെ പലവിധമായിരിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പലവിധമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന പലതും നേടുവാൻ ദൈവത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് മനുഷ്യൻ എന്തൊക്കെയോ ലോകത്തിൽ ചിലത് പിടിച്ചെടുക്കുവാനായി മുമ്പിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ ജനത്തിനോട് ദൈവത്തിന്റെ ദൈവവചനം പറയുകയാണ്, നീ നിന്നെ തന്നെ താഴ്ത്തുക. നീ പ്രത്യേകമായി
ദൈവം വിളിച്ചു വേർതിരിച്ച ജനം, ദൈവത്തെ അനുസരിക്കേണ്ട ജനം, താൻ ദൈവത്തെ അനുസരിപ്പാൻ കഴിയാതെ അവരായിരിക്കുന്ന രീതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുന്നത്, നീ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തുക. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനം പറയേണ്ടത്, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുക. തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു ദൈവകരത്തിൽ ഏൽപ്പിക്കുമെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച പലരുടെയും അവസ്ഥകൾ വേദപുസ്തകം വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വേദപുസ്തകം വഴി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു ദൈവത്തിനെ ദിനം ദിനമായി അന്വേഷിച്ച് ദൈവത്തിന്റെ മുഖം നിരന്തരമായി അന്വേഷിച്ച് മുമ്പിലോട്ട് കിടക്കുന്ന ഒരു ദൈവ പൈതലിന് തന്റെ ഹൃദയത്തിനകത്തു ദൈവമായുള്ള ബന്ധം, ദൈവമായുള്ളതായിരിക്കുന്ന ബന്ധം എന്നേക്കും നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവീയ പദ്ധതികൾ തന്റെ മകന് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെ നിരന്തരം അന്വേഷിക്കുകയും ആ അന്വേഷിക്കുന്ന മനസ്സിൽ ഹൃദയങ്ങൾ മനസ്സിൽ നല്ല ദൈവീയ താല്പര്യം കൊടുത്തുകൊണ്ട് ആ വ്യക്തികളെ ദൈവം മാനിപ്പാൻ കഴിയും. ആ വ്യക്തികളെ മാനിപ്പാൻ കഴിയുമ്പോൾ ദൈവം അവരുടെ രീതിയിൽ അവർക്കുണ്ടാകുന്ന അനർത്ഥങ്ങളെന്നോ പ്രതികൂലങ്ങൾ പിടിവിപ്പാൻ കഴിയും. നമ്മൾ ഇവിടുത്തെ പ്രതികൂലങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് 2 രാജാക്കളുടെ പുസ്തകം 20-ാമത്തെ വചനത്തിൽ ഒന്ന് വായിച്ചേ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട് ഒന്നുകൂടി ഏകഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നതും ദൈവത്തിന് പ്രസാദമുള്ളതും ചെയ്തിരിക്കുന്നു, ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അതിന്റെ സംഭവ പശ്ചാത്തലം, രാജാവ് ഭരണം അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ രാജാവിന് മരണകരമായിരിക്കുന്ന രോഗം പിടിപെടുന്നു. അത് രോഗം പിടിപെടുന്ന അവസരത്തിൽ ദൈവം തന്റെ പ്രവാചകൻ അയച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കാര്യങ്ങളെ നീ ക്രമീകരിക്കുക. കാരണം കാര്യങ്ങളെ ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ മരണത്തിന്റെ അവസ്ഥയിലേക്ക് ആ രാജാവ് എത്തിത്തീർന്നു. അപ്പൊ ആ വ്യക്തിയോട് നീ മരിക്കുമെന്ന് പറയുന്നതിന് തുല്യമായി നിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞ അവസരം ആ രാജാവ് വളരെ താനുണ്ടാകുന്ന പ്രതിസന്ധിയിൽ നിന്ന് മാറുന്നതിന് വേണ്ടി തല ചമരോട് ചാഞ്ഞിരുന്നു കൊണ്ട് ദൈവത്തോട് തന്റെ പഴയകാല ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിക്കുകയാണ്. ആ ദൈവത്തോട് പറയുന്ന ഇങ്ങനെയാണ്, ഒന്നൊരു വായിച്ചേ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പോ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ പ്രതികൂലങ്ങൾ മരണകരമായിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോഴും ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഞാൻ മുമ്പ് നിനക്ക് വേണ്ടി അധ്വാനിച്ചതും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതും
നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് എന്റെ അനർത്ഥത്തിന് പിടിപ്പാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഭാരത്തിൽ, ജീവിതത്തിന്റെ നിരാശകളിൽ, ജീവിതത്തിന്റെ യാത്രകളിലും ഓരോരോ കാലഘട്ടത്തിനും മുമ്പിലും നമുക്കുണ്ടായി വരുന്ന പരീക്ഷകൾ അത് ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന ദൈവീയ ജ്ഞാനവും ദൈവീയ കൃപകളും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമുക്ക് പ്രാപിക്കണമെങ്കിൽ അകന്നുകിടക്കുന്ന മനുഷ്യനെ ദൈവവുമായി ബന്ധിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന ഒരു ഉത്തരം പ്രാർത്ഥന എന്നത് ദൈവത്തിനോട് അടുപ്പിക്കുമ്പോൾ ദൈവം തന്റെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ നേരിൽ നിന്നുകൊണ്ട് ദൈവം അവരുടെ ഹൃദയങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹൃദയത്തിന്റെ ചിന്ത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയാണ്. രാജാവ് പറഞ്ഞു, പണ്ട് ഞാൻ നിനക്ക് വേണ്ടി നിന്നതും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതും ദൈവമേ, എന്റെ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടന്നും ദൈവീയ പ്രവർത്തികൾ ചെയ്തും ഞാൻ മുമ്പിലോട്ട് കടന്നു വന്ന ഞാൻ എന്നെ തന്നെ ദൈവമേ നീ ഒന്ന് ഓർക്കണമേ. നമ്മുടെ ജീവിതത്തിലും ദൈവമായുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവത്തോട് കർത്താവേ നീ എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പറയുവാൻ ദൈവവും നമ്മളുമായി ഇരിക്കുന്ന ബന്ധത്തിൽ നമ്മൾ എവിടെയൊക്കെയോ ചില നിരപ്പ് പ്രാപിപ്പാൻ കഴിയാതെ അകന്നിരിക്കുന്ന മണ്ഡലങ്ങൾ, ഭവനതലത്തിനകത്ത് ചേർച്ചയില്ലാതെ പോകുന്ന ചില അനുഭവങ്ങൾ, എന്തു പറഞ്ഞാലും പറയുന്നത് കേട്ടുടൻ തന്നെ ആ പറയുന്നത് എന്തെന്ന് കേട്ട് മനസ്സിലാക്കുവാൻ കഴിയാതെ എടുത്തടിക്കുന്ന പോലത്തെ ഉത്തരങ്ങൾ പറയുന്നവരെ മടയിലാക്കുന്ന ഹൃദയത്തിന്റെ കാഠിന്യത ദൈവസഭയുടെ ജനത്തിന് നല്ലതല്ല. ദൈവത്തെ ആരാധിക്കുന്നവൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കണം. ആ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിക്ക് ദൈവം തന്റേതായിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കപ്പെടും. അങ്ങനെ രാജാവ് ചുമരോട് ചേർന്നിരുന്നു കൊണ്ട് തന്റെ ഹൃദയം ദൈവത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചുമരിൽ ചേർന്നിരുന്നുകൊണ്ട് തന്റെ പരമാർത്ഥ ഹൃദയത്തോട് ആ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഈ വന്നു പറഞ്ഞ പ്രവാചകൻ വീട് മിറ്റം വിട്ട് ദൂരോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യന്റെ മാറ്റം, മനസ്സ് മാറിയപ്പോൾ തന്നെ രോഗത്തിന് മാറ്റം വരുത്തി. ഉടൻ തന്നെ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറയുകയാണ്, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ രോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. പകൽക്കാലം ഈ ഫലപ്രദമായിരിക്കുന്ന പ്രവൃത്തിയുടെ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന് ചെയ്തെടുപ്പാൻ കഴിയുന്നത് നമ്മുടെ മുൻകാലത്തിന്റെ പ്രവൃത്തികൾ ദൈവം മനസ്സിലാക്കി അതിന് വിധി പറയുന്ന ദൈവമാണ്. ഒരു ഹാമാന്റെ തന്ത്രം കൊണ്ട് മൊർദെഖായിയെ കൊന്നുകളയുവാൻ ഹാമാൻ ഒരുക്കിയ തന്ത്രങ്ങൾ അനേകം ഉണ്ടെങ്കിലും ഹാമാൻ മൊർദെഖായിക്ക് വിരോധമായി, ഒരു വംശത്തിന് വിരോധമായി എഴുതി പിടിപ്പിച്ച രാജാവിനെ വിട്ട് എഴുതി പിടിപ്പിച്ച പ്രമാണം, എഴുതി പിടിപ്പിച്ചതായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് രാജാവിന് മൊർദെഖായിയുടെ ജനത്തിന് വിരോധമായി ഒരു ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയുണ്ടാക്കിയ നിയമങ്ങളിൽ ആ രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ച് അതിനെ നിയമമാക്കി പാസാക്കി കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു യഹൂദന്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അനർത്ഥങ്ങളെന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദൈവം. ദിവസങ്ങൾ കഴിഞ്ഞു പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊർദെഖായിയെ കാണുമ്പോൾ ഹാമാൻ എപ്പോഴും ഒരു പരിഹാസമായി തീർന്നു. ഹാമാൻ അങ്ങോട്ടും മുമ്പിലോട്ടും പിറന്നോട്ടുമെല്ലാം ഇറങ്ങി നടക്കുമ്പോൾ ഹാമാനെ കൊണ്ട് തല വണങ്ങുവാൻ കഴിയാത്ത മൊർദെഖായിയെ കണ്ട് മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഒരുക്കി വെച്ച ഹാമാന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇന്ന് രാത്രി കാലം അത് നമ്മോട് പറയുന്നു എന്ന് പറഞ്ഞാൽ,
ഹാമാൻ വന്ന അനർത്ഥവുമായി നമുക്കെന്ത് ബന്ധം? അത് ഹാമാനുള്ളതല്ലേ, അല്ലെ മൊർദെഖായി ഉള്ളതല്ലേ എന്ന് മാത്രമല്ല, അതിനകത്തതോ പ്രമാണമായി വചനത്തോടുകൂടി എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് ഹാമാൻ ചെയ്തതുപോലൊരു പ്രവൃത്തി ദൈവസഭയിൽ ആരും ചെയ്യാതിരിക്കണം. ആ ഹാമാൻ ചെയ്തു വെച്ചത് മൊർദെഖായിയെ തകർത്തു കളയുവാൻ, ഒരു വംശത്തെ ദേശത്ത് നിന്ന് ഒതുക്കിക്കളയുവാൻ ഉണ്ടാക്കിയ നിയമത്തെ, ആ നിയമത്തിന് വിരോധമായി മൊർദെഖായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുകയും ചെയ്തപ്പോൾ മൊർദെഖായിയുടെ പ്രാർത്ഥന കേട്ടു ദൈവം മറുപടി നൽകുന്നത്, മൊർദെഖായിക്ക് ആരാണ് കഴുകുമരം ഒരുക്കി വെച്ചത്? കഴുകുമരം ഉണ്ടാക്കി വെച്ചയാളിന് നേരെ തിരിയുവാൻ ഇടവന്നു. അങ്ങനെ മൊർദെഖായിയുടെ വിധിയെഴുതി കൊടുന്ന നേരത്തിൽ അവസാനം രാജാവ് ചോദിക്കുകയാണ്. അതിനകത്ത് നിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രജകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മൊർദെഖായി എന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ എന്റെ അനർത്ഥങ്ങളിൽ ആപത്തുകളിൽ എന്നെ സഹായിച്ചൊരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ മൊർദെഖായിക്ക് ഞാൻ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടോ ഉണ്ടോ എന്ന് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം എടുത്ത് ഒന്ന് വായിക്കുവാനായി രാജാവ് കൽപ്പിക്കുന്നു. പുസ്തകം എടുത്തുകൊണ്ട് വായിക്കുമ്പോൾ മൊർദെഖായിക്ക് ഒരു പ്രതിഫലവും കൊടുത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നതും ദേശത്തിൽ വിളംബരം ചെയ്യുന്നവരും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ ചവിട്ടിത്താട്ടാനോ ഒരു മനുഷ്യനെ എങ്ങെങ്കിലും ഇല്ലാതാക്കുവാനോ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് വലിച്ചു പുറത്തെറിഞ്ഞിട്ട് ആ സ്ഥാനഗതിയിലേക്ക് മാറുവാനോ പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിൽ ഈ വചനം അധികാര്യമായി പറയുന്നു, മൊർദെഖായി ശിക്ഷ അവിടുന്ന് ജയം പ്രാപിച്ചു വരുമ്പോൾ ഹാമാൻ ആ ശിക്ഷയ്ക്ക് യോഗ്യനായി തീരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ വചനം കേൾക്കുന്നവരെ ഒരിക്കലും ആർക്കും വിരോധമായി, ദൈവത്തിന് വിരോധമായും വ്യക്തിക്ക് വിരോധമായും എഴുന്നേൽക്കരുത്. കാരണം എന്താ? ചിലപ്പോൾ നമ്മളെക്കാൾ വലിപ്പം കുറഞ്ഞവനായിരിക്കാം, ചിലപ്പോൾ അവൻ ധനപരമായി മുമ്പിലില്ലാത്തവനായിരിക്കാം, അവൻ ദാരിദ്ര്യനായിരിക്കാം, ചിലപ്പോൾ നിറവ്യത്യാസമുള്ളവനായിരിക്കാം, ജ്ഞാനവും പരിജ്ഞാനവും ഇല്ലാത്തവനായിരിക്കാം. അവനെ കൈ നീട്ടുന്നത് ആലോചിച്ച് കൈ നീട്ടിയില്ല എങ്കിൽ, ആലോചിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവൻ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞാൽ, അവൻ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു തന്നെത്താനെ ഏൽപ്പിക്കുമ്പോൾ അവന്റെ അനർത്ഥങ്ങൾക്ക് വ്യതിയാനം വരുന്നു. അവന്റെ അനർത്ഥങ്ങൾക്ക് വ്യതിയാനം വന്ന മൊർദെഖായിയെ വിടുവിച്ച ദൈവം, മൊർദെഖായി തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്പ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത ദൈവം മൊർദെഖായിക്ക് വിടുതൽ കൊടുത്തുകൊണ്ട് മൊർദെഖായി രാജസ്ഥാനത്തിൽ ഇരുന്ന് രണ്ടാമാനായി വാഴുവാൻ രാജാവ് അധികാരം കൊടുക്കുമ്പോൾ, ഇന്ന് എന്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവമൈതലേ, ഞങ്ങൾ ഒരു രാജാവാകുവാനല്ല ശ്രമിക്കുന്നത്, ഒരു രാജാവിന് പ്രജയാകുവാനല്ല നാം ശ്രമിക്കുന്നത്. നമ്മൾ ശ്രമിക്കുന്നത് വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് പോയ യേശു ലോകത്തിൽ കടന്നു വരുമ്പോൾ ആ യേശുവിനെ സ്വീകരിക്കാൻ ഭൂമുഖത്തുനിന്ന് നമ്മൾ എഴുന്നേറ്റ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പോകേണ്ടവരായിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ കപടജാലങ്ങളും വൈദമായിരിക്കുന്ന സകല പ്രവൃത്തികളും ദൈവത്തിന് മുമ്പ് നീങ്ങിയേ മതിയാവും. ആ നീങ്ങിയാൽ മാത്രമാണ് ദൈവം മനുഷ്യനെ വിടിവിപ്പാൻ കഴിയുന്നത്. രാജാവ് തല കുനിച്ച് ചുമരോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയപരമാർത്ഥമായി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ആയുസ് നീട്ടിക്കൊടുത്ത ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും. നമ്മളെ പ്രതികൂലങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും. അപ്പോൾ ഹൃദയം തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ച് പരമാർത്ഥ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ ദൈവം നമുക്ക് തരേണ്ട നന്മകളെ തരുവാൻ ദൈവത്തിന് കഴിയും. ആഭിഷക്കാരൻ പലവിധത്തിലും പ്രാർത്ഥിക്കും, അവന്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയുവാൻ കഴിയും. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നു,
1 ശമൂവേൽ 1:10 തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് ദൈവത്തോട് തന്റെ ഹൃദയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്ന് വായിച്ചേ, 1 ശമൂവേൽ 1:10. അവൾ വിഷമത്തോടുകൂടി യഹോവയോടുകൂടി പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അത് മതി, താഴോട്ട് അതിന്റെ 15-ാം വാക്യം വരെ അതിലുണ്ട്. അപ്പോ അത് ഒരു മനുഷ്യന്റെ കഷ്ടതയിൽ, പ്രയാസങ്ങളിൽ, പ്രതികൂലത്തിൽ മനുഷ്യൻ മനം തകർന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില അവസ്ഥകളുണ്ട്. സഹായിക്കുന്നവർ ഇല്ലാതാകാം. നന്മകൾ ലഭിക്കുമെന്ന് പറയുന്ന ഭാഗത്തും നമുക്ക് നന്മകൾ ലഭിക്കാതെയാകും. വ്യക്തമായി അതിനോടൊപ്പം ചിലത് കൂടി കൂട്ടിച്ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മക്കളെ കല്യാണം നിശ്ചയിച്ചിട്ട് ചിലർ പൈസ തരുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി ആകുല ചിന്തയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വീഡിയോ ഇതിൽ കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയാം, നിങ്ങളെ കണക്കുകൾ തെറ്റിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ മനുഷ്യനിൽ ആശ്രയം വയ്ക്കരുത്. നിങ്ങൾ വിഭാഗം നിശ്ചയിച്ചു പണം തരാമെന്ന് പലരും വാഗ്ദാനം പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ അത് മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പണം നിങ്ങളെ കരങ്ങളിൽ ലഭിക്കണമെങ്കിൽ നീ ദൈവത്തെക്കാൾ മറ്റൊന്നിനെ ലോകത്ത് സ്നേഹിക്കരുത്. പൈസ കടം വാങ്ങുന്നതൊന്നും നമുക്ക് വിഷയമല്ല. കാര്യങ്ങൾ നടക്കുന്നതിന് ആരോടെങ്കിലും ഒക്കെ നമ്മൾ കാര്യങ്ങൾ നടത്തത്തക്ക വിധത്തിൽ പണം കടം വാങ്ങി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അത് ലഭിക്കാതെ വരുമ്പോ മാനസികമായി നീ തകർന്നു പോകാതിരിപ്പാൻ നീ ദൈവത്തിന് മുമ്പിൽ ആദ്യം നീ സറണ്ടർ ആകണം. നിനക്ക് എന്തൊക്കെയോ നേടാൻ കഴിയും, എന്തൊക്കെയോ ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ എനിക്ക് സകലതും നേടാൻ കഴിയുമെന്നുള്ള ശാക്തിയ ഭാഗം തിരുസഭയുടെ അംഗങ്ങളാണെങ്കിൽ ദൈവപാദപീഠത്തിൽ നിന്റെ ഹൃദയം താട്ടി ദൈവത്തിന് ഏൽപ്പിച്ച ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നീ അടുത്തു വരണം. കാരണം ചില നാളുകളായി, ചില ദിവസങ്ങളായി ജീവിതത്തിനകത്ത് ഉറങ്ങുവാൻ കഴിയാതെ പലവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവവുമായി വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനത്തുനിന്ന് നീ അകൽച്ച വന്നിട്ട് നീ ലോകക്കാരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ചെന്ന് ദൈവത്തെ നീ പഴിചാരുവാൻ നിൽക്കുന്നുവെങ്കിൽ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ കുരുങ്ങുന്നതിന് മുമ്പ് നീ ദൈവസഭയോട് നീ മടങ്ങി വരണം. ദൈവത്തിന് പറ്റാത്ത ചില ഇടപാടുകളും, ദൈവത്തിന് പറ്റാത്ത ചില യാത്രകളും, ദൈവത്തിന് പറ്റാത്ത നിരക്കാക്കാത്ത ചില സംഭാഷണങ്ങളും നിന്റെ നാവ് കൊണ്ട് നിനക്ക് വിധിയെഴുതുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അടുക്കലേക്ക് നീ കടന്നു വരണം. നീ നിന്റെ ഹൃദയം താഴ്ത്തി ദൈവകരത്തിൽ താഴ്ത്തി നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ആരോ ചില വ്യക്തികൾ നിനക്ക് വിരോധമായി വിരൽ ചൂണ്ടുമ്പോൾ നീ ദൈവസഭയുടെ അംഗമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഇഷ്ടമായ രീതിയിൽ പോകുന്ന പോക്കുകൾ, വസ്ത്ര അലങ്കാരം ദീപിച്ചുകൊണ്ട് സ്വന്തമായി അനുഗ്രഹമുള്ള ഭവനത്തിൽ, ദൈവഭവനത്തിൽ നിന്ന് നീ ഇറങ്ങിച്ചെന്ന് നിനക്ക് പോകുന്ന പോലെ പോകുന്നുവെങ്കിൽ ദൈവസഭയും ദൈവത്തിന്റെ ആത്മാവും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ഒരു നാളും കഴിയയില്ല.
കാര്യം നിന്നെ വിളിച്ച് വേർതിരിക്കുന്ന ദൈവം മറ്റു ചില ശുശ്രൂഷകൾക്കായി, മറ്റു ചില പ്രവൃത്തികൾക്കായി നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ നീ അതൊന്നും ധന്യമാക്കാതെ കാടിഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസഭയെ പകിച്ച, പാസ്റ്റേഴ്സിനെ പകിച്ച, നാട്ടുകാരെയും കുടുംബത്തിൽ നിന്നോട് ജീവിപ്പാൻ തന്നവരെയൊക്കെ പകിച്ചുകൊണ്ട് നീ നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടന്ന് ലോകത്തിൽ നിന്ന് എന്തോ പ്രാപിക്കാമെന്ന് ഇറങ്ങിപ്പോയി നീ തിരിക്കുന്ന വ്യക്തിയെ നീ മടങ്ങി വരിക. നീ നിന്നെ തന്നെ തന്നെത്താൻ ദൈവകരത്തിൽ താഴ്ത്തിയേൽപ്പിക്കുമെങ്കിൽ നിനക്ക് വിഷയത്തിനകത്ത് വിടുതലുണ്ട്. ഇല്ല, നിനക്ക് ചിലത് കഴിയുമെന്ന് പറഞ്ഞു നീ നിലനിൽക്കുന്നുവെങ്കിൽ നിനക്ക് മുമ്പിൽ കാണുന്നത് സകലതും പ്രതികൂലത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരും. നമ്മൾ ഇപ്പോൾ വായിച്ച വചനം ഇങ്ങനെ വായിക്കുന്നത് മനവിഷമമുള്ള ഒരു സ്ത്രീ. ഒരു മനുഷ്യന്റെ ഹൃദയം അറിയുന്നത് കൂടിയുള്ള പാസ്റ്ററിനോ വീട്ടുകാർക്കോ ആർക്കും അറിയുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിനൊരു മനുഷ്യന്റെ ഹൃദയത്തെ നല്ലവണ്ണം വായിക്കാൻ കഴിയുന്നതാണ്. ഈ സ്ത്രീക്ക് എന്താണ് വേണ്ടത്? ഹന്ന എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടത് തലമുറകളില്ലാതെ വർഷങ്ങളായി പ്രാർത്ഥിച്ചും വർഷങ്ങളാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ മാനസികമായ ടെൻഷൻ. എന്താ മാനസികമായ ടെൻഷൻ? അതിനെക്കുറിച്ച് കാണുന്നവരും പോകുന്നവരും എല്ലാവരും പഴി പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ പഴിച്ചോ മാറ്റി നിർത്തുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മാനുഷ്യമായ വിഷമം താങ്ങാൻ കഴിയാത്തതായിരിക്കുന്ന വിഷമമായിരുന്നു. അവർ ദൈവസന്നിധിയിൽ വന്ന് തന്റെ ഹൃദയത്തെ പകർന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കണ്ടു, അവരുടെ മാനസികമായ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അവർ മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തി ദൈവസഭയുടെ മുമ്പിൽ വന്നിരുന്ന് അവർ കരഞ്ഞു നിലവിളിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നവർ പരിഹസിക്കുന്ന കേട്ടു. പരിഹസിക്കുന്ന ചില്ലറ ആൾക്കാർ വല്ലതാണോ? സഭയുടെ പുരോഗതി അവർ പരിഹസിക്കുന്നതാണ്. അത് രാവിലെ നീ രാവിലെ എവിടെ നിന്ന് കുടിച്ചുകൊണ്ട് വന്നാണ് ഇതെല്ലാം സംസാരിക്കുന്ന പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് നേരം പോക്കിന് വേണ്ടി നടത്തുന്നതല്ല. എന്തെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നതല്ല ഈ കാര്യങ്ങളും ഇതേ പ്രവർത്തികളും. ഈ മനുഷ്യ നീ ഒന്ന് മനം തിരിഞ്ഞിറങ്ങി വരണം. നീ ചില നാളുകളായി അത്തിമരത്തിന്റെ കൊമ്പത്തിരുന്നു കൊണ്ട് നീ ചെയ്യുന്ന പ്രവൃത്തി ആരും കാണുന്നില്ല, നിന്നെയും കാണണ്ട, ആരും കാണാണ്ട എന്ന് പറഞ്ഞ് കട്ടികൂടിയ ഇലയുള്ള അത്തിമരത്തിനകത്തോട്ടൊന്ന് കയറിയിരുന്ന് നീ ലോകത്തിലെ ഓരോരുത്തരെയും വിധിച്ചു തള്ളുവാൻ നിനക്കവിടെ നിന്ന് അധികാരം വന്നത്. കാണുന്നവരെയും പോകുന്നവരെയും ഇഷ്ടം പോലെ വായിൽ തോന്നി പറഞ്ഞ് പരിഹസിച്ച് നിന്നിച്ചു തള്ളി നിന്നെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ മരത്തിന്റെ മുകളിലോട്ട് കയറിയിരുന്നു കൊണ്ട് നീ പലരെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ വിചാരിച്ചു യേശുവും ഇവരെ പോലെ ഉള്ളവനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ കാണുവാൻ നീ അത്തിമരത്തിന്റെ മുകളിൽ കയറിയിരുന്നു യേശുവിന്റെ നടക്കയും പ്രവൃത്തിയുമെല്ലാം കണ്ടുകൊണ്ട് നീ ലോകത്തിന് അവന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്: എന്നെ ആരും കാണരുത്, എനിക്ക് സകലതും കാണണം. ഇന്ന് രാത്രികാലം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ, ഇന്ന് പകൽക്കാലം നീ നിന്റെ തെറ്റുകളെ നീ കണ്ടുണര്. ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് നിനക്ക് ഇഷ്ടമായ പോക്കിൽ പോകുന്നത് ദൈവം അനുവദിക്കില്ല.
നിനക്ക് തോന്നുന്നത് ആരെയെങ്കിലും 5-6 വഴി പറഞ്ഞ് ആരെയെങ്കിലും കൂടി കാതിന് അടുത്തു ചെന്നിരുന്നു വല്ല നിനക്ക് ആവശ്യമില്ലാത്ത ജ്ഞാനം വരാത്ത ഒരുത്തനെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത, ഒരുത്തനെ തിരുത്തുവാൻ കഴിയാതെ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ചെന്നിരുന്ന് വേറൊരു വ്യക്തിയുടെ പരിഹസിച്ചു നിന്നിച്ച് നീ പറഞ്ഞു ചില നിന്റെ വാക്കുകൾ കേട്ട് ഇപ്പോൾ പലരും നിന്നെ കാണുമ്പോൾ അകന്നു മാറുന്നതിന് കാരണം നിനക്ക് ദൈവം തന്നിരുന്ന സംരക്ഷണ വേലിയും നിന്റെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകവും നഷ്ടപ്പെട്ടു കഴിച്ചു. അതുകൊണ്ട് നീ എന്നെക്കാലം നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും, നിന്നെക്കാലം പ്രാർത്ഥിക്കാൻ കഴിയും, എന്നെക്കാലം പ്രസംഗിക്കാൻ കഴിയും, ഇത് ഇങ്ങനെയല്ലല്ലോ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് നീ വിധിയെഴുതി തള്ളുന്നുവെങ്കിൽ നീ ആ മരത്തിൽ നിന്ന് ഇറങ്ങി ഒന്ന് താഴോട്ടിറങ്ങി വന്ന് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. കാലം വചനങ്ങൾ, ദൈവം എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ വ്യക്തിപരമായി ഇരിക്കുന്ന വിടുതൽ വരുന്ന വ്യക്തികളെ സ്വർഗത്തിൽ ദൈവത്തോട് ചേർക്കേണ്ടതിനും വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങളെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത് വെറുമൊരു നിസാരമായിരിക്കുന്ന ഭാഗത്തിലേക്കല്ല നമ്മൾ കടന്നു വരുന്നത്. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച്, ശമൂവേലിന്റെ 1-ാം അധ്യായം 15-ാം വാക്യം. ആഭിഷക്കാരൻ ദൈവത്തിന് മുമ്പിൽ അവൻ കരഞ്ഞു തന്റെ കാര്യങ്ങളെ സാധിച്ചെടുക്കുമ്പോൾ മറ്റുള്ളവന് അലർജിയാക്കിയിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീയോട് ആ പുരോഹിതൻ പറയുകയാണ്. പുരോഹിതന് മറുപടി പറയുന്ന ഭാഗമാണ് 15-ാം വാക്യം. ഞാൻ മാനസികമായി തകർന്ന ഒരു വ്യക്തിയായിരിക്കുന്നു. ഞാൻ മാനസികമായി തകർന്ന ഒരു വ്യക്തിക്ക് മറുപടി തരുവാൻ പുരോഹിതനെ നിനക്ക് കഴിയാതെ പോയി. നീ പുരോഹിതനും പഴയ നിയമകാലത്തിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ സഭയിൽ ക്രിസ്തുവിനെക്കാലം വയസ്സുള്ള രോഗികൾ കിടക്കുകയാണ്. അത് സഭയ്ക്കകത്ത് ആ രോഗികളെ സൗഖ്യം കൊടുത്തപ്പോൾ യേശുവിന് വിരോധമായി അവരെ എഴുന്നേറ്റു. ആ കാലഘട്ടവും അങ്ങനെയാണ്. ഇവ ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ ഹന്ന പറയുന്നു, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ എന്റെ ഭാരങ്ങളും എന്റെ പ്രയാസങ്ങളും ദൈവത്തോട് പറഞ്ഞുകൊടുത്ത് എന്റെ ഹൃദയം ദൈവത്തോട് പകർന്നുകൊണ്ടിരുന്നതാണ് ആ സന്ദർഭം എന്ന് പറയുവാൻ ഇടവരും. ഞാൻ പറഞ്ഞു വരുന്നത്, തന്നെത്താനെ താഴ്ത്തി ദൈവകരത്തിൽ ഏൽപ്പിച്ച, തന്നെത്താനെ താഴ്ത്തി ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് വളരുവാൻ കഴിയും. ലോകത്തിൽ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകക്കാരുടെ മുമ്പിൽ പോകുവാനല്ല, തിരിച്ച് ദൈവം നമ്മളെ എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾ തരുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ഭൂലോകത്തെക്കാൾ വിലയുള്ള ഒരു ആത്മാവിന് ഉടമയാക്കി ദൈവം നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നും മറ്റു ചിലരുടെ കൈക്കീഴിൽ കുരുങ്ങുവാനുള്ളവരല്ല. എവിടെയാണ് നമുക്ക് പറ്റിയ വിഷയങ്ങൾ, നമുക്ക് എവിടെയാണ് വിഷയങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ കണ്ടുപിടിച്ച് തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ നമുക്ക് വരേണ്ട നന്മകളെ തിരിച്ചു ദൈവം തരും. നമുക്ക് തരേണ്ട ആരോഗ്യവും ബലവും ശക്തിയും ദൈവം നമുക്ക് തിരിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ ദേശത്തിന് സൗഖ്യം വരും. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവവചനത്തിന്റെ അധികാരിയമായും നിനവയും മറ്റു പല ഭാഗങ്ങളിലും ഉപസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നിന്നു. പറഞ്ഞ യോനയ്ക്ക് പോലും മനസ്സിലായില്ല ദൈവം ഇവരെ പറഞ്ഞിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് പിടിച്ചു.
അവർ ദൈവസന്നിധി അവിടെ എടുത്ത് തീരുമാനങ്ങൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ആ ദൈവസഭ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ആ ദേശത്തിന് വരുത്തുന്ന അനർത്ഥം മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അനർത്ഥം മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞപ്പോൾ യോന ചോദിച്ചുകൊണ്ട് യോനയ്ക്ക് കാര്യമൊന്നും അറിയാതെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി കാലം ഈ കേൾക്കുന്ന വചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനം നിങ്ങളെ ഹൃദയത്തെ സ്വാധീനപ്പെടുത്തിയാൽ, ആ വചനം നിങ്ങളെ സ്വാധീനപ്പെടുത്തിയാൽ നിങ്ങൾ ദൈവത്തിന്റെ പാദത്തിലേക്ക് മടങ്ങി വരേണ്ടതിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരത്തിൽ ഏൽപ്പിക്കുമെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുവാൻ തയ്യാറാകും. നമ്മൾ താഴുന്ന ഭാഗത്ത് ദൈവകൃപ നിലനിൽക്കും. നമ്മൾ ഇന്ന് വരുന്ന രാത്രികാലം നമ്മളായിരിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും അതെല്ലാം ഞങ്ങളെ വിട്ട് മാറി പോകേണ്ടതിന് നമ്മൾ ദൈവസന്നിധി നമ്മളെ ഹൃദയത്തെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ തരുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.